ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൾബറി ബുട്ടിക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് സൈസ് കട്ടയക്കുന്ന കുർത്തീസിന്റെ കളക്ഷൻസ് ആണ്. കഴിഞ്ഞ 1-2 വീഡിയോയും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ അത് തന്നെയാണ്. കളക്ഷനിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് സന്തോഷമുള്ള ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ചാനലിൽ 15,000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടിയിട്ട് ഇനി വളരെ കുറച്ചൊരു 10-ൽ താഴെ സബ്സ്ക്രിപ്ഷൻ കൂടെ മതി. വീഡിയോ എടുക്കുന്നത് 20th നൈറ്റിനാണ്. വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നത്, അതായത് പോസ്റ്റ് ചെയ്യുന്നത് 21st അപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു 50,000 ആവുമെന്ന് തോന്നുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ഒരു ഗിവ് അവേ വെക്കാന്ന് ഞാൻ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ അത് ഞാൻ ഡിക്ലെയർ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പൊ ക്രിസ്മസ് സീസണൊക്കെ വരുമല്ലേ. അപ്പൊ നാളത്തെ വീഡിയോ മുതൽ, അതായത് ഇന്നത്തെ നിങ്ങൾ കാണുന്ന ഇന്നത്തെ വീഡിയോ മുതൽ, ഡേറ്റ് ഞാൻ പറയുന്നില്ല, നമുക്ക് ക്രിസ്മസിനോടനുബന്ധിച്ച് നമുക്ക് അത് ഗിവ് അവേ നറുക്കെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മുതൽ നിങ്ങൾ കമന്റുകൾ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ചുരുങ്ങിയതൊരു 10 പേർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങളും കമന്റൊക്കെ ഇട്ട് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. വീഡിയോ തുടങ്ങിയ ആദ്യ കാലങ്ങളിലൊക്കെ ഞാൻ കുറച്ച് നാൾ ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എന്ന്. പിന്നീട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ കാലം വരെ, ഈ സമയം വരെ ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല. കാരണം എനിക്കെന്തോ ഭയങ്കര മടിയാണ് അത് പറയാനായിട്ട്. അല്ലാതെ അത് വേറെ പറയുന്നവരെ ഒരു കുറച്ച് കാണാൻ ഒന്നും അല്ല കേട്ടോ. എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര മടിയാണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടറല്ലേ നമ്മളുടെ. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും പറയാറില്ല. പക്ഷെ പലരും സജസ്റ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് കളക്ഷൻസ് ഇഷ്ടപ്പെട്ടിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുന്നത്. നമ്മളെല്ലാവരും അങ്ങനെയൊക്കെ തന്നെയല്ലേ, ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്ക് വീണ്ടും വീണ്ടും കാണാൻ ആഗ്രഹിക്കുന്ന ചാനലുകളൊക്കെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഓരോരുത്തർ നിങ്ങളെൻ്റെ കൂടെ നിൽക്കുന്നതാണെന്ന് എനിക്കറിയാം. അപ്പൊ ഞാൻ എല്ലാവരും താങ്ക്ഫുൾ ആണ്. അപ്പൊ വീണ്ടും തുടർന്ന് അങ്ങോട്ടും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. നമുക്ക് ക്രിസ്മസിനോടനുബന്ധിച്ച് നമുക്ക് നറുക്കെടുക്കാം. അപ്പോൾ അന്ന് ഞാൻ എന്താണ് ഗിഫ്റ്റ് എന്നുള്ളത് ആ സമയത്ത് പറയാൻ കേട്ടോ. ചുരുങ്ങിയത് ഒരു 10 പേർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ മുതൽ നിങ്ങൾ കമന്റുകൾ ഇടുന്നു വിചാരിക്കുന്നു. നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണാം. വേഗം കണ്ടുപോകാം കേട്ടോ, കുറച്ച് അധികം ഉണ്ട്. ഇതാണ് ആദ്യത്തെ കുർത്തി വന്നേക്കുന്നത്. പ്യുവർ കോട്ടണിൽ ചെയ്തിട്ടുള്ള കുർത്തിയാണ്. സ്ലിറ്റുള്ള പാറ്റേൺ ആണ്. ലൈനിങ് ഇല്ലാതെ ചെയ്തേക്കുന്ന കുർത്തിയാണ് ഇത്. ഇതാണ് അടുത്തത്. ഇതൊക്കെ കഴിഞ്ഞ ഒരു 1-2 ആഴ്ചക്ക് മുമ്പിട്ട കുർത്തീസാണ് കേട്ടോ. ഇപ്പൊ എല്ലാ സൈസും ഒന്നും ഇല്ല. നല്ലൊരു ലേസിന്റെ ഡീറ്റെയിലിംഗ് വന്നിട്ടുള്ള കുർത്തിയാണ്. അടുത്ത കുർത്തി നല്ല ഭംഗിയുള്ള പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ള ബ്ലോക്ക് പ്രിന്റ് ഫാബ്രിക് ആണ് കേട്ടോ. ലൈനിങ് ഇട്ട് ചെയ്തിട്ടുള്ള കുർത്തിയാണ് ഇത്. സ്ലിറ്റഡ് പാറ്റേൺ ആണ്. ഇതാണ് അടുത്തത്. ഈ ഫാബ്രിക് വെച്ച് നമ്മൾ വേറൊരു പാറ്റേൺ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പാറ്റേൺ ഡിഫറെന്റ് ആണ്. ഇത് പ്രിൻസസ് കട്ടിൽ ചെയ്തിട്ടുള്ളതാണ്. ചൈനീസ് കോളർ നെക്കാണ്. എയർലൈൻ കട്ടാണ്. ഇതാണ് അടുത്ത കുർത്തി. ലാവൻഡറും വൈറ്റ് ആണ് കോമ്പിനേഷൻ. ഇതാ ഈ ഒരു പാറ്റേണിൽ ചെയ്തേക്കുന്ന കുർത്തിയാണ് ഇത്. അടുത്ത കുർത്തി നല്ല ഭംഗിയുള്ള ഒരു വാടാമല്ലിപ്പൂവിന്റെ കളറല്ലേ, ആ ഒരു കളറാണ്. ഒരു ലേസ് ഡീറ്റെയിലിംഗ് ആണ് യോക്കിലും സ്ലീവ്സിലേക്കും കൊടുത്തേക്കുന്നത്. ഇതാണ് അടുത്തത്. സിൽക്കുള്ള പാറ്റേൺ ആണ്. അഫ്ഗാൻ കോളർ പാറ്റേണിൽ ചെയ്തേക്കുന്നു. പ്രൈസും സൈസും പറയാത്തത് വേറെ ഒന്നും കൊണ്ടല്ല. എല്ലാ സൈസും ഇപ്പൊ ഇല്ല. ചിലതൊക്കെ ഓൾട്ടർ ചെയ്തിട്ട് വേണം നിങ്ങളുടെ സൈസിലേക്ക് ആക്കാനായിട്ട്. അപ്പൊ ഇന്ന സൈസ് എന്ന് മാത്രം ഞാൻ പറയുമ്പോൾ നിങ്ങൾ പിന്നെ അത് നിങ്ങളുടെ സൈസ് ഇല്ലല്ലോ എന്ന് അത് ചോദിക്കാതിരിക്കും. പക്ഷെ നമുക്കത് ഓൾട്ടർ ചെയ്ത് നിങ്ങളുടെ സൈസിലേക്ക് ആക്കാൻ കുഴപ്പമില്ല. അപ്പൊ എന്തായാലും നമുക്ക് പേഴ്സണൽ ചാറ്റിൽ വരാതെ കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം കേട്ടോ. ഇതാണ് അടുത്ത കുർത്തി. ഇത് ലൈനിങ് ഇട്ട് ചെയ്തിട്ടുള്ള കുർത്തിയാണ്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് കേട്ടോ. ഇതില് ഈ ഫാബ്രിക്കിൽ തന്നെയുള്ള ഒരു ബോർഡർ വെച്ചിട്ടാണ് നമ്മൾ ഇതെല്ലാം ചെയ്തേക്കുന്നത്. അതുപോലെ കുർത്തിയുടെ ഹെം ഏരിയയിലേക്കും ഇതാ ഇങ്ങനെ വരുവേ. ബാക്ക് സൈഡിലും ഉണ്ട്. ഇതാണ് അടുത്തത്. ഇപ്പൊ കണ്ടതിന് കളർ ചേഞ്ച് ആണ് കേട്ടോ. ഇങ്ങനെ വരും. ഇപ്പൊ ഇന്ന് ഈ വീഡിയോ വന്നു, ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, നിങ്ങൾ എടുത്തു. നാളത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേറെ ഇഷ്ടപ്പെട്ടു, അപ്പൊ അയ്യോ അത് മാറ്റിയിട്ട് തരാവോ അങ്ങനെ ചോദിക്കരുത് കേട്ടോ. കാരണം ഇതെല്ലാം വളരെ കുറച്ച് പീസേ ഉള്ളൂ. നിങ്ങൾ എടുത്തില്ലെങ്കിൽ വേറൊരാൾക്ക് നിങ്ങൾക്ക് കൊടുക്കാമായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചോദിക്കരുത്. പക്ഷെ വേറൊരു ഓപ്ഷൻ ഇവിടെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, ഓരോ വീഡിയോയിൽ പ്രൊഡക്റ്റ് നിങ്ങൾ പേയ്മെന്റ് ഇട്ട് ബുക്ക് ചെയ്തിട്ട് ഇവിടെ വെച്ചോളൂ. എന്നിട്ട് കുറച്ച് അധികം ആവുമ്പോൾ അയച്ചു തരാൻ പറഞ്ഞാൽ ഞാൻ ഒന്നിച്ച് അയച്ചു തരാം. അങ്ങനെ കുറേ പേര് എടുക്കുന്നുണ്ട്. 10, 15, 20 എണ്ണൊക്കെ ആവുമ്പോൾ അയച്ചു കൊടുക്കുന്നവരുണ്ട്, നാട്ടിൽ തന്നെ ഉള്ളവർക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെ 2 ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഓരോന്ന് എടുക്കണമെങ്കിൽ എടുക്കാൻ കുഴപ്പമില്ല. പേയ്മെന്റ് ഇട്ട് മാറ്റി വെക്കണം. അല്ലെങ്കിൽ എനിക്ക് അടുത്തൊരാൾക്ക് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ പോകുമല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. കുറച്ച് അധികമായിട്ട് ഞാൻ ഒന്നിച്ച് അയച്ചു തരാം. അപ്പോൾ ഇതാണ് അടുത്ത കുർത്തി. ഇത് റയോണിന്റെ അജരക്കിനെ കണ്ട് കോമ്പിനേഷൻ ആണ് കേട്ടോ. സ്ലിറ്റുള്ള പാറ്റേൺ ആണ്. ലൈനിങ് ഇല്ലാതെയാണ് ചെയ്തേക്കുന്നത്. ഇത് ഷിഫോണിൽ വന്നിട്ടുള്ളതാണ്. ബോട്ടിൽ ഗ്രീൻ ആണ് ബേസ് കളർ വന്നേക്കുന്നത്. ലൈനിങ് ഇട്ട് ചെയ്തിട്ടുള്ള കുർത്തിയാണ് കേട്ടോ. ഇത് അതിന്റെ കളർ ചേഞ്ച് ആണ്. നല്ലൊരു ഓറഞ്ച് റെഡ് ആണ് കോമ്പിനേഷൻ. ലൈനിങ് ഇട്ട് ചെയ്തിട്ടുള്ളതാണ്.
ഇതടുത്ത് മെറൂൺ ആണേ. ഇതാണ് അടുത്ത കുർത്തി വന്നേക്കുന്നത്. ഇതാ ഇങ്ങനെ വരുവേ. അതിന്റെ കളർ ചേഞ്ച് ആണ്. ഇങ്ങനെ വരും. ഇതാണ് അടുത്തത്. ഇതിൽ പാറ്റേൺ കുറച്ച് ഡിഫറെന്റ് ആണ് കേട്ടോ. നെക്കിൽ ഇതാ ഇങ്ങനെ ലേസിന്റെ വർക്കാണ് വന്നേക്കുന്നത്. ഇതാണ് അടുത്തത്. അഫ്ഗാൻ കോളർ പാറ്റേണിൽ ചെയ്തിട്ടുള്ള കുർത്തിയാണ്. ഇതാണ് അടുത്തത്. കലങ്കാരിയാണ് കേട്ടോ. ഇത് പ്രിൻസസ് കട്ടിൽ വന്നിട്ടുള്ളതാണ്. എയർലൈൻ കട്ടാണ്. ഇത് ജോർജറ്റിന്റെ മൊഡാലിന്റെ കോമ്പിനേഷൻ ആണ് കേട്ടോ. ലൈനിങ് ഇട്ട് ചെയ്തിട്ടുള്ള കുർത്തിയാണ്. സ്ലിറ്റഡ് പാറ്റേൺ ആണ്. ഇങ്ങനെ വരും. നമ്മൾ കാണുന്ന കുർത്തികളെല്ലാം മിനിമം 47 ഇഞ്ച് ലെങ്ത്തിലുള്ളതാണ്. എല്ലാത്തിന്റെ അകത്ത് ഓൾട്ടറേഷൻ സ്പേസും കാണും. ഈ കോമ്പിനേഷനിൽ അടുത്തതാണ് ഇത്. ഇങ്ങനെ വരുവേ. ഇത് റയോണിന്റെ മൊഡാലിന്റെ കോമ്പിനേഷൻ ആണ് കേട്ടോ. ഇങ്ങനെ വരും. ഇതാണ് അടുത്തത്. ഇത് ജോർജറ്റിന്റെയും മൊഡാലിന്റെയും കോമ്പിനേഷൻ ആണ് കേട്ടോ. ജോർജറ്റും മൊഡാലും ആണ്. കുറച്ച് അധികം ഉള്ളതുകൊണ്ട് കേട്ടോ ഞാൻ പെട്ടെന്ന് കാണിച്ചു പോകുന്നത്. ഇത് റയോണും മൊഡാലും ആണ്. ഇതൊരു ഫ്രോക്ക് ടൈപ്പിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അതായത് സ്ലിറ്റ് ഇല്ലാതെ ചെയ്തേക്കുന്നതാണ്. ഈ ഭാഗത്ത് കുറച്ച് പ്ലീറ്റ്സ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല ലെങ്ത് ഇട്ട് ചെയ്തിട്ടുള്ള കുർത്തിയാണ്. നല്ല ഫ്ലെയറും ഉണ്ട്. ജോർജറ്റും മൊഡാലും ആണ്. ഇത് റയോണും മൊഡാലും ആണ് കേട്ടോ. ഇത് മഷ്റൂം ഫാബ്രിക്കിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇതാണ് പ്രിന്റ് വന്നേക്കുന്നത്. ലൈനിങ്ങിന്റെ ആവശ്യമില്ല. ഈ മഷ്റൂം ഫാബ്രിക് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇതിന്റെ അകം സൈഡ് ഇങ്ങനെ കോട്ടൺ ഫിനിഷ് ആണ്. അപ്പൊ നമുക്ക് ലൈനിങ്ങിന്റെ ആവശ്യമില്ല. അത്യാവശ്യം കട്ടിയുള്ള ഫാബ്രിക് ആണ്. നല്ലൊരു കൂളിംഗ് ഫീൽ കിട്ടുന്ന ഒരു ഫാബ്രിക് ആണ് കേട്ടോ. ഇത് മൊഡാലാണ്. ഇത് ലൈനിങ് ഇട്ട് ചെയ്തിട്ടുള്ള കുർത്തിയാണ് കേട്ടോ. സ്ലിറ്റുള്ള പാറ്റേൺ ആണ്. ഇത് ലിനൻ ഫാബ്രിക്കിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഒരു ഷർട്ട് കോളർ പാറ്റേണിൽ ചെയ്തിട്ടുള്ളതാണ്. നല്ല ഒരു കുർത്തിയാണ്. സ്ലിറ്റുള്ള പാറ്റേൺ ആണ്. ഇത് അക്കോബയിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഒരു വീനെക്കാണ്. അതിൽ നല്ലൊരു ലേസിന്റെ ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ലൈനിങ് ഉള്ള കുർത്തിയാണ്. സ്ലിറ്റുള്ള പാറ്റേൺ ആണ്. അക്കോബ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിന് വേണമെങ്കിൽ ദുപ്പട്ട സെറ്റ് ചെയ്യാൻ കേട്ടോ. ദുപ്പട്ട അവൈലബിൾ ആണ്. ഞാൻ വീഡിയോയിലേക്ക് എടുത്തിട്ടില്ല. ഇതാണ് അടുത്തത്. ഇത് സിമ്പിൾ ആയിട്ട് ചെയ്തിട്ടുള്ള കുർത്തിയാണ്. സ്ലീവ്സിലേക്ക് കണ്ട ഒരു അക്കോബയുടെ പീസാണ് വെച്ചേക്കുന്നത്. ഇതാണ് അടുത്തത്. നല്ല റെഡ് കളറിലാണ് ചെയ്തിട്ടുള്ളത്. യോക്കിൽ കണ്ടോ ഇങ്ങനെ ഒരു പാറ്റേണും സ്ലീവ്സിലേക്ക് വരുമ്പോൾ ഒരു അക്കോബയുടെ പീസാണ് വെച്ചേക്കുന്നത്. ഇതാണ് അടുത്തത്. ഇത് പ്യൂർ അജറക്കാണ്. ഇതിന്റെ കളർ എന്ന് പറയുമ്പോൾ ഒരു ഗ്രേ കളർ കേട്ടോ. ഒരു ഫെയ്ഡഡ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് തന്നെയാണ് കേട്ടോ. അത് പ്യൂർ അജറക്ക് അല്ലേ. ഇത് ഇടാൻ നല്ല കംഫർട്ടബിൾ ആയിരിക്കും. ഒരു എയർലൈൻ കട്ടിൽ പ്രിൻസസ് കട്ട് പാറ്റേണിൽ ചെയ്തിട്ടുള്ള കുർത്തിയാണ്. ചൈനീസ് കോളറിനൊക്കെ വെച്ച് ചെയ്തിട്ടുള്ളതാണ്. ഇതിന്റെ സ്ലീവ് എന്ന് പറയുമ്പോൾ ഒരു എൽബോ സ്ലീവ് ആണ്. എന്നിട്ട് ഇങ്ങനെ ഫ്ലാപ്പ് ഒക്കെ വന്നിട്ട് ഉള്ളൊരു പാറ്റേൺ ആണ് കേട്ടോ. അതാണ് അടുത്തത്. തൊട്ട് മുൻപ് കണ്ടില്ല സെയിം പാറ്റേൺ. അതായത് പ്രിൻസസ് കട്ടിൽ ചെയ്തിട്ടുള്ള കുർത്തിയാണ്. എയർലൈൻ ആണ്. ഇതൊരു ജിമിക്ക പ്രിന്റിൽ വന്നിട്ടുള്ള കുർത്തിയാണ്. ഈ ഒരു നെക്ക് ഡിസൈനിൽ ചെയ്തേക്കുന്നു. ഇതാണ് അടുത്തത്. ഇതിന്റെ കളർ എന്ന് പറയുമ്പോൾ ഒരു വാഴക്കൊമ്പിന്റെ ഒരു കളറില്ലേ, ആ ഒരു കളറാണ്. അതിലിങ്ങനെ ഒരു ഷെയ്ഡ് പോലെ വന്നിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ. ഇതിൽ തന്നെ ഇങ്ങനെ പ്രിന്റ് പോലെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ഇടാൻ നല്ലൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇട്ടാൽ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ. പ്യുവർ കോട്ടൺ ആണ്. ഇതാണ് അടുത്തത്. ഇങ്ങനെ വരും. നല്ല ഭംഗിയുള്ളൊരു മടക്കി വെക്കാവുന്ന ഒരു ഫ്ലാപ്പ് പോലെ വന്നിട്ടുള്ള ഒരു നെക്കാണ് കേട്ടോ ഇതിന്. ഇനി നമുക്ക് രണ്ട് ടോപ്പും ബോട്ടവും കാണാം. അതിൽ ആദ്യത്തേത് ഇതാണ്. ലൈറ്റ് ആയിട്ട് വരുന്ന ലാവൻഡറും വൈറ്റും ആണ് കോമ്പിനേഷൻ. സ്ലിറ്റുള്ള കുർത്തിയാണ്. ലൈനിങ് ഇല്ലാതെ ആട്ടോ ചെയ്തേക്കുന്നത്. ഇതാണ് അതിൻ്റെ കൂടെ വന്നേക്കുന്ന ബോട്ടം. സെയിം കളർ കോമ്പിനേഷൻ തന്നെ. 6 ആഗ് പ്രിന്റിൽ വന്നിട്ടുള്ള ബോട്ടം ആണ്. ടോപ്പ് ബോട്ടം ഇങ്ങനെ വരും. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ലാസ്റ്റ് പീസ് വന്നേക്കുന്നത്. ഇതും ടോപ്പും ബോട്ടം ആണ്. അതിൽ ടോപ്പാണിത്. ഒരു ഇക്കത്തിന്റെ പോലത്തെ വീവിങ് വന്നിട്ടുള്ള കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ. അതിലിതാ നല്ലൊരു ലേസ് ഡീറ്റെയിലിംഗ് ആണ് യോക്കിൽ കൊടുത്തിട്ടുള്ളത്. സ്ലീവ്സിലേക്ക് സെയിം ലേസ് തന്നെ വെച്ചേക്കുന്നു. ഇതാണ് അതിന്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ബോട്ടം. പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ള ഖാദി കോട്ടണിൽ വന്നിട്ടുള്ള ബോട്ടം ആണ്. നല്ല കംഫർട്ടബിൾ വെയർ ആണ് കേട്ടോ. എലാസ്റ്റിക് ഫ്രണ്ട് പോർഷനിൽ ഇങ്ങനെ പടിയൊക്കെ വെച്ചിട്ട് 2 സൈഡ് പോക്കറ്റ്സ് ഒക്കെ വെച്ച് നല്ല
ലൂസിൽ ചെയ്തിട്ടുള്ള ബോട്ടമാണ്. നല്ല കംഫർട്ടബിൾ വെയർ ആണ്. ടോപ്പ് ബോട്ടം ഇങ്ങനെ വരും. ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കണ്ടത് കുറച്ചധികം വെറൈറ്റി ഫാബ്രിക്കും വെറൈറ്റി പാറ്റേണും ആയിരുന്നു കേട്ടോ. കോട്ടൺ ഉണ്ടായിരുന്നു, മൊഡാൽ ഉണ്ടായിരുന്നു, മഷ്റൂം ഉണ്ടായിരുന്നു, ജോർജറ്റ്, ഷിഫോൺ, അങ്ങനെ കുറച്ചധികം വെറൈറ്റികൾ നമ്മൾ കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്ത് തരിക. പക്ഷേ എല്ലാത്തിലും എണ്ണം വളരെ, അതായത് ഇതിൻ്റെ ഓരോന്നിൻ്റെ പീസ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. എല്ലാം സൈസ് കട്ടായിരിക്കുന്ന കുർത്തീസാണ്. വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്ത് തരിക. ഇപ്പം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നല്ലോ നമ്മുടെ ഗിവ് എവേയുടെ കാര്യം. അപ്പോൾ എല്ലാവരും മറക്കാതെ ഗിവ് എവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അടുത്ത കളക്ഷൻ സെറ്റ് വീണ്ടും കാണാം. ബൈ.